എന്തു ചന്തമാണ് ഈ സാറ്റുത്സവിന്റെ വേദി. ഇവിടെ വെളുത്തവൻ കറുത്തവനെന്നില്ല, എല്ലാവർക്കും ഒരൊറ്റ മനസ്സാണ്. ഈ മനോഹരമായ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാം. ചെറുതാണെന്ന് പറഞ്ഞ് തളരരുത് കേട്ടോ. നമ്മുടെ ആദ്യ ഖലീഫ ഇല്ലേ, മുത്തുനബിയുടെ സുഹൃത്ത്, മുത്തുനബിയുടെ സിദ്ദീഖുകളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ആകാശഭൂമി കരിയുകയാണ്. എങ്ങും നിശബ്ദതയും കരിച്ചിലുകളും മാത്രം. പുന്നാരി നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ സമയമാണ്. നേതാവില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് സ്വഹാബത്ത്. അപ്പോഴാണ് അബൂബക്കർ തങ്ങളെ ഖലീഫയായി തിരഞ്ഞെടുത്തത്. ഒരു ദിവസം ഉമർ തങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ സുബഹ് നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന ശേഷം എങ്ങോട്ടോ പോകുന്നു. ഒരു ദിവസം ഉമർ തങ്ങൾ പിന്നാലെ പോയി. ഒരു ഞെട്ടിക്കുന്ന സംഭവം ഉമർ തങ്ങൾ കണ്ടു. പ്രഭാതം പുലരുന്നതിന് മുമ്പ് അബൂബക്കർ തങ്ങൾ ഏതോ ഒരു വീട്ടിലേക്ക് പോകുന്നു. ഉമർ തങ്ങൾ മറഞ്ഞിരുന്ന് നിരീക്ഷിച്ചു. അല്പസമയത്തിനു ശേഷം അബൂബക്കർ തങ്ങൾ അവിടുന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ അബൂബക്കർ തങ്ങൾ അവിടുന്ന് മടങ്ങിപ്പോയി. ആ സമയത്ത് ഉമർ തങ്ങൾ ആ വാതിലിൽ പോയി മുട്ടി. ഡും ഡും ഡും. വാതിൽ തുറന്നപ്പോൾ ഒരു കണ്ണു കാണാത്ത സ്ത്രീ. ആ സ്ത്രീയോട് അവരുടെ അവസ്ഥകളെ പറ്റി ചോദിച്ചപ്പോഴാണ് ആ സ്ത്രീ അന്ധയാണെന്നും മക്കൾ മരിച്ചതാണെന്നും പേരക്കുട്ടികളെ ഒറ്റക്കാണ് വളർത്തുന്നതെന്നും മനസ്സിലാക്കി. ഉമർ വിസ്മയഭരിതനായി. വളരെ തിരക്ക് പിടിച്ച നേതാവാണല്ലോ അബൂബക്കർ തങ്ങൾ. പരന്നു കിടക്കുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ ഒരേയൊരു ഖലീഫ. എത്ര തിരക്കുള്ള ജീവിതത്തിലും നന്മ വച്ചാതെ കാത്തു സൂക്ഷിച്ച നേതാവല്ലേ. ഇതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി പറഞ്ഞത്, ഈ ലോകത്തുള്ള എല്ലാവരുടെയും ഈമാൻ ഒരു തട്ടിലും മറ്റേ തട്ടിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനായിരിക്കും കനത്തൂങ്ങുക. നേതാക്കന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ച് നല്ലവരാവാൻ പടച്ചോൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.